ഹലോ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലിറ്റിൽ ഹനു. അപ്പോൾ പാർട്ട് 9ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ബാഹിലി ഒരു ഫ്ലാഷ് ബാക്ക് പറയുന്നു, അതാണ് കാണിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ബാഹിലി സ്കൂളിൽ പഠിക്കുമ്പോൾ ഗവിയില്ലേ, അവളൊരു പെണ്ണിനെ പ്രണയിക്കുന്നു പറഞ്ഞില്ലായിരുന്നോ? അവളുടെ കൂടെയാണ് പഠിച്ചിരുന്നത്. ആ പെണ്ണ് വലിയ പണക്കാരിയായിരുന്നു. അവളും ബാഹിലിയും നല്ല ക്ലോസ് ഫ്രണ്ട്സാണ്. ഒരു ദിവസം ബാഹിലി അവളോട് പറയുന്നു, നിനക്ക് റൈസ് ഭയങ്കര ഇഷ്ടമല്ലേ? നാളെ ഞാൻ സ്കൂളിലോട്ട് വരുമ്പോൾ ലഞ്ചിന് റൈസ് വാങ്ങിയിട്ട് വരാം, നിന്റെ ലഞ്ച് ബോക്സ് താ എന്ന് പറയുന്നു. ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് ഗവി കേൾക്കുന്നുണ്ട്. അങ്ങനെ അവൾ അത് വാങ്ങിയിട്ട് വരുമ്പോൾ 4-5 ചേക്കന്മാർ ആ ലഞ്ച് ബോക്സ് താഴേക്ക് തട്ടിയിടുന്നു. അത് താഴെ വീണ് പൊട്ടിപ്പോയി. ഉടനെ അവൾ ചൂടാവാൻ തുടങ്ങി. എടാ പൊട്ടന്മാരെ, ഇതിൻ്റെ റേറ്റ് എത്ര നിങ്ങൾക്ക് വല്ല പിടുത്തമുണ്ടോ? അത് പൊട്ടിച്ചില്ലടാ, നിങ്ങൾക്ക് കുറച്ചെങ്കിലും ബോധമുണ്ടോ എന്ന് പറഞ്ഞ് അവൾ ചൂടാവുന്നു. ആ ചെക്കന്മാരെ ഉടനെ തന്നെ ഹേയ് എന്താ ഓവറായി സംസാരിക്കുന്നേ എന്ന് പറഞ്ഞ് അവൾ അടിക്കാൻ വരുന്നു. ഉടനെ ഗബി വന്ന് അവരെല്ലാവരും അടിച്ചോടിക്കുന്നു. ഉടനെ അവൻ അവളുടെ അടുത്തേക്ക് വന്ന് നീ കുറച്ചു നേരം കണ്ണു പൊട്ടിക്കോ, ഇവന്മാരെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നു. അവൾ കണ്ണു പൊട്ടുന്നു. അതോടെ അവിടെയുള്ള എല്ലാവരെയും അവൻ തല്ലി ഓടിക്കുന്നു. ആ ബോക്സിൻ്റെ ക്യാഷും അവൻ വാങ്ങുന്നു. ഉടനെ അവൾ ഒരുപാട് താങ്ക്സ്, നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പെട്ടുപോയേനെ, ഞാൻ എന്ത് ചെയ്യാനാ എന്നൊക്കെ പറയുന്നു. ശരി ശരി, നിനക്ക് ഇതുപോലെയുള്ള ലഞ്ച് ബോക്സ് അല്ലേ വേണ്ടത്, ഞാൻ നിനക്ക് വാങ്ങിത്തരാം. നാളെ നീ റെസ്റ്റോറൻറ്റിലേക്ക് വാ, അവിടെ മീറ്റ് ചെയ്യാം. അവൾ പറഞ്ഞു ഓക്കെ. പിന്നെ നീയും ഷൺമുഖനും നല്ല ക്ലോസ് അല്ലേ, എനിക്കൊരു ഹെൽപ്പ് ചെയ്യുമോ? അവളുടെ ഒരു ഫോട്ടോ എടുത്ത് എനിക്ക് തരുമോ എന്ന് ചോദിക്കുന്നു. ശരി, ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്നവൾ പറയുന്നു. നെക്സ്റ്റ് ഡേ അവൾ ഒരു ഫോട്ടോ എടുത്ത് അവൻ്റെ അടുത്ത് കൊണ്ടു കൊടുക്കുന്നു. നീ പറഞ്ഞ പോലെ ഞാൻ ഫോട്ടോ എടുത്ത് വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അതവനെ കാണിക്കുന്നു. അയ്യോ, ഷൺമുഖനെ കാണാൻ എന്ത് ഭംഗിയാണ്, ഏതൊരു ആംഗിളിൽ നോക്കിയാലും അവളെ കാണാൻ നല്ല ഭംഗിയാണ്. എനിക്കൊരു ഹെൽപ്പ് ചെയ്യുമോ? സ്കൂൾ കഴിഞ്ഞ് അവൾ ഏത് കോഴ്സാണ് എടുക്കുന്നതെന്ന് എന്നോട് പറഞ്ഞു തരുമോ? പിന്നെ അവൾക്ക് ഏത് ഫ്ലവറാണ് ഇഷ്ടം, അതുപോലെ തന്നെ ഏത് ഭാഷയാണ് ഇഷ്ടം, ഇതെല്ലാം എനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്നവൻ ചോദിക്കുന്നു. ഉടനെ അവൾ നീ അവളെക്കുറിച്ച് എല്ലാം ചോദിക്കുന്നുണ്ടല്ലോ, എന്നെക്കുറിച്ചൊന്നും ചോദിക്കാനല്ലേ എന്ന് ചോദിക്കുന്നു. അവൻ ചിരിച്ചിട്ട് ശരി, ഞാൻ നിനക്കൊരു ഡിഷ് ഓർഡർ ചെയ്യാം എന്ന് പറഞ്ഞ് അവൻ ഓർഡർ ചെയ്യുന്നു. ആക്ച്വലി അതൊരു ഫ്രഞ്ച് റെസ്റ്റോറൻ്റ് ആണ്, ഫ്രഞ്ച് ഭാഷയിൽ സംസാരിക്കണം. അവൻ സംസാരിക്കുന്നുണ്ട്. അവൾ അയ്യോ നീ സൂപ്പറായി സംസാരിക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്നു. അതെ, ഞാൻ നന്നായി ഫ്രഞ്ച് സംസാരിക്കും, ഞാൻ ഷൺമുഖനുമായാണ് ഫ്രഞ്ച് സംസാരിക്കാറുള്ളത്. അവൾക്ക് 10 വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ അവൾ സംസാരിക്കാറുണ്ട്, പക്ഷേ എനിക്ക് ശരിയാവാറില്ല. അവൾ എനിക്ക് ചെറിയ പ്രായത്തിൽ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. ആക്ച്വലി അവളുടെ ഫാമിലിയും എൻ്റെ ഫാമിലിയും ഭയങ്കര ക്ലോസ് ആണ്. ഓക്കെ, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം എന്നവൾ പറയുന്നു. ഇങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ഷൺമുഖൻ ക്ലാസ്സിലിരിക്കുമ്പോൾ ബാഹിലി അവളുടെ അടുത്തേക്ക് ഓടി വരുന്നു. ഹേയ്, ഞാനൊരു വാർത്ത കേട്ടല്ലോ, ഗവിയുടെ പ്രപ്പോസൽ നീ അക്സെപ്റ്റ് ചെയ്തു അല്ലേ? എനിക്ക് ഭയങ്കര സന്തോഷമായി. ഹേയ് ഓവറായി സംസാരിക്കാതെ, ഞാൻ ലവ് ചെയ്യാൻ വേണ്ടിയൊന്നല്ല അത് അക്സെപ്റ്റ് ചെയ്തത്. അവൻ എല്ലാവരുടെയും മുന്നിൽ വെച്ചാണ് എന്നെ പ്രപ്പോസ് ചെയ്തത്. ഞാൻ അത് റിജക്റ്റ് ചെയ്താൽ അവനക്ക് സങ്കടമാവില്ലെന്ന് വിചാരിച്ചാണ് ഞാൻ അങ്ങനെ ചെയ്തത്. നീ എന്താണ് പറയുന്നേ? നീ ഓക്കെ പറഞ്ഞിട്ട് ഇനി അവനോട് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ എന്താവും അവൻ? അയ്യോ, നിനക്കറിയുമോ, എനിക്ക് അവൻ്റെ അടുത്ത് തീരെ ഇൻട്രസ്റ്റ് ഇല്ലേടി. വാതിലിൻ്റെ അടുത്ത് നിന്ന് ഗവി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ഉടനെ അവൻ ഇവളെന്നെ പറ്റിച്ചതാണോ എന്ന് പറഞ്ഞ് അവൻ്റെ കയ്യിലുള്ള റോസാപ്പൂ താഴെയിട്ട് പോകുന്നു. അപ്പോൾ ബാഹിലി കണ്ടോ കണ്ടോ അവൻ്റെ ദേഷ്യം കണ്ടോ നീ എന്ന് പറയുന്നു. നീ എന്തിനാ അവനക്ക് വേണ്ടി എന്നോട് ഇത്രയും ദേഷ്യം പിടിക്കുന്നത്? നിനക്ക് എത്ര ഇഷ്ടമാണെങ്കിൽ നീ പോയി കല്യാണം കഴിച്ചോ എന്നവൾ പറയുന്നു. ഉടനെ അവൾ അതേടി, എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് ദേഷ്യം പിടിച്ച് അവിടെ നിന്നും പോകുന്നു. അവനെ സമാധാനിപ്പിക്കാൻ വേണ്ടി അവൾ അവൻ്റെ അടുത്തേക്ക് ഓടിപ്പോകുന്നു. അവിടെ പോയപ്പോൾ അവൻ കുടിച്ച് റോഡിൽ വീണ് കിടക്കുന്നു. അവൾ കഷ്ടപ്പെട്ട് എങ്ങനെയോ കൊണ്ടുപോയി ഹോസ്റ്റലിൽ കൊണ്ടുപോയി ആക്കുന്നു. ഇതെല്ലാം ബാഹിലി ലൂഷിയോട് പറഞ്ഞിട്ട് ഇങ്ങനെയാണ് ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയത് എന്ന് പറയുന്നു. അന്ന് അവനെ എടുത്തു കൊണ്ടുപോകുമ്പോൾ എന്തൊരു വെയിറ്റ് ആയിരുന്നെന്നോ. ഞാൻ അങ്ങനെ വീണ് കിടന്നാൽ അവൻ എന്നെ എടുത്തു കൊണ്ടുപോവില്ല എന്ന് എനിക്കറിയാം. അയ്യോ, അവൻ എന്തെങ്കിലും ചെയ്യട്ടെ, നീ എവിടെ വീണ് കിടന്നാലും ഞാൻ നിന്നെ എടുത്തു കൊണ്ടുപോകും എന്ന് ലൂഷി പറയുന്നു. അതെനിക്ക് അറിയോടി. ആ ഇൻസിഡൻറ്റിന് ശേഷം ഞാൻ അവനെ പോയി പ്രപ്പോസ് ചെയ്തിരുന്നു, ബട്ട് അവൻ ഇഗ്നോർ ചെയ്തുകൊണ്ടേയിരുന്നു. അവനക്ക് വേണ്ടി ഞാൻ എന്തെല്ലാം ചെയ്തു, അവൻ നോക്കിയതേ ഇല്ല. എന്നാൽ ഒരു ദിവസം നോക്കി. അതെന്തിനാണെന്നറിയുമോ? ആ പെണ്ണിനെ കാണിക്കാനല്ലേ എന്ന് ലൂഷി പറയുന്നു. ഇത്ര ഈസിയായി കണ്ടുപിടിച്ചോ? എൻ്റെ ലൈഫ് തന്നെ ഭയങ്കര ഈസി ആയിപ്പോയി. എനിക്കറിയാം ഗവിക്ക് എന്നോട് ലവ് ഇല്ല. അവൾ വരാൻ വേണ്ടിയാണ് എന്നെ സ്നേഹിച്ചത്. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാൻ അവനെ ഭയങ്കരമായിട്ട് പ്രണയിച്ചു. പക്ഷെ അവൻ മൈൻഡ് ചെയ്യുന്നേ ഇല്ല. അപ്പോൾ ലൂഷി പറഞ്ഞു ഞാനാണ് നിൻ്റെ സ്ഥാനത്തെങ്കിൽ ഞാൻ ഒരിക്കലും ഇത് കണ്ടു നിൽക്കില്ല, ഞാൻ ശരിയാക്കും അവനെ എന്ന് പറയുന്നു. ഓഹോ, നീ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തുടങ്ങിയോ? അറ്റ്ലീസ്റ്റ് ഞാൻ അവനെ പ്രപ്പോസെങ്കിലും ചെയ്തിട്ടുണ്ട്, കുറച്ച് കാലം പ്രണയിച്ചു നടന്നു. നീയോ മനസ്സിനോട് വെച്ച് അവനെ ദൂരെ നിന്ന് നോക്കി നിൽക്കുകയല്ലേ ചെയ്യുന്നേ? നിന്നെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ബെറ്ററാണ് എന്ന് ബാഹിലി പറയുന്നു. അതെ, ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ലൂഷി സങ്കടത്തോടെ ഇരിക്കുന്നു. ദെൻ നെക്സ്റ്റ് ഡേ ആയി. എല്ലാവരും ക്ലാസ്സിലേക്ക് വരാണ്. നമ്മുടെ ലൂഷിയും മൻഹൂരിയും ഷെയ്നും ഒരുമിച്ചിരിക്കുമ്പോൾ ആ സീനിയർ പെണ്ണില്ലേ അവൾ സംസാരിക്കാൻ വരുന്നു. അപ്പം മൻഹൂരി പറയുന്നു എന്താടാ നിന്റെ ഫാൻസ് വല്ലാണ്ട് അധികരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഡേയ് നീ മിണ്ടാതിരിക്കടാ എന്ന് ഷെയ്ൻ പറഞ്ഞ് അവിടെ നിന്നും പോകാൻ നിൽക്കുന്നു. ആ സീനിയർ അറിഞ്ഞുകൊണ്ട് അവൻ്റെ മേലെ വെള്ളം ഒഴിച്ച് അയ്യോ സോറി ഞാൻ അറിയാതെ എന്ന് പറഞ്ഞ് തുടക്കാൻ നിൽക്കുന്നു. ഇല്ല വേണ്ട വേണ്ട എന്ന് ഷെയ്ൻ പറയുന്നു. അത് കേൾക്കാതെ അവൻ്റെ കൂടെ പോയി തുടച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് കണ്ട് ക്ലാസ്സിൽ എല്ലാവരും ചിരിക്കുന്നു. ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ ലൂഷി പറഞ്ഞു ശരി എനിക്ക് സമയമായി, ഞാൻ പാർട്ട് ടൈം വർക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ പോവാണ് എന്ന് പറഞ്ഞു. എന്താടി എപ്പം നോക്കിയാലും നീ ജോലിക്ക് പോവാണല്ലോ, ശമ്പളം അധികമൊന്നുമില്ലല്ലോ, നിനക്ക് പോവാതിരുന്നൂടെ എന്ന് ചോദിക്കുന്നു. എന്നെക്കൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല, തരുന്ന കാശിന് ഞാൻ എന്തായാലും വർക്ക് ചെയ്യും എന്ന് പറയുന്നു.
അപ്പോൾ ഷെയ്ൻ മൻഹൂരിയോട് പറയുന്നു, ഡേയ് എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, അവളോട് പോയി സോറി പറയാം എന്ന് പറയുന്നു. മൻഹൂരി അപ്പോൾ എന്ത് സോറിയോ, അതെന്തിനാ? ശരി, നീ സോറി ഒന്നും പറയണ്ട, അതിന് പകരം എനിക്കൊരു ചിപ്സ് വാങ്ങിയിട്ട് വാ എന്ന് ലൂഷി പറയുന്നു. ശരി എന്ന് പറഞ്ഞ് അവർ രണ്ടാളും ചിപ്സ് മേടിക്കാൻ പോകുന്നു. അപ്പോൾ അവിടെയെല്ലാം ഈ സീനിയറും ഇവരെ പിന്നാലെ നടക്കുന്നുണ്ട്. ലൂഷിക്ക് ചിരിയാണ് വരുന്നത്. അത് കഴിഞ്ഞ് ലൂഷി ഹോസ്റ്റലിലേക്ക് പോയി. അപ്പോൾ ഷെയ്ൻ മെസ്സേജ് അയച്ചു, ഇപ്പോഴും എന്നോട് നിനക്ക് ദേഷ്യമാണോ? അവളൊന്നും റിപ്ലൈ കൊടുക്കാതെ, നിന്നോട് ദേഷ്യമില്ലാണ്ടിരിക്കുമോ? അന്ന് പാർക്കിൽ വെച്ച് എൻ്റെ കൈ പിടിച്ചു, നല്ല രീതിയിൽ സംസാരിച്ചു, എന്നിട്ടും നിൻ്റെ എക്സിനെ കണ്ടപ്പോൾ നീ എന്നെ അവോയ്ഡ് ചെയ്തില്ലേ, അപ്പോൾ എനിക്ക് ദേഷ്യമില്ലാണ്ടിരിക്കുമോ? ഷെയ്ന് മെസ്സേജ് ഒന്നും കാണാത്തതുകൊണ്ട് ശരി, നീ ഫ്രീ ആണെങ്കിൽ നാളെ ലഞ്ച് കഴിക്കാൻ പോയാലോ എന്ന് ചോദിക്കുന്നു. ലൂഷിക്ക് ഭയങ്കര സന്തോഷമായി. അടുത്ത ദിവസം ലഞ്ചിന് പോകാൻ വേണ്ടി അവൾ വെയിറ്റ് ചെയ്യുകയാണ്. ഓപ്പോസിറ്റ് സൈഡിൽ ഷെയ്നും വരുന്നുണ്ട്. അപ്പോൾ അവൾ മനസ്സിൽ വിചാരിക്കുന്നു, 4 വർഷത്തിന് മുന്നേ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ അവൻ ഈ റോഡിലൂടെ വന്നിരുന്നു, എന്നാൽ ഇങ്ങനൊരു ജീവനുള്ളത് അവൻ അറിയ പോലും ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ നോക്ക്, അവൻ എനിക്ക് വേണ്ടി എന്നെ നോക്കിയിട്ടാണ് വരുന്നത് എന്ന് മനസ്സിൽ വിചാരിക്കുന്നു. വേറൊരു സ്ഥലത്ത് ഷയാനെ കാണിക്കുന്നു. അവളോട് ചെക്കൻ വന്നിട്ട്, ഇങ്ങോട്ട് നോക്ക്, ഞാൻ നിന്നെ ലവ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ടോർച്ചർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ടക്കുന്ന് അവനെ വേറൊരു ചെക്കൻ വന്ന് തള്ളിയിടുന്നു. അവൻ എന്തിനാണ് തള്ളിയിടുന്നതെന്ന് വെച്ചാൽ അവനക്ക് വേറൊരു സ്ഥലമില്ലാത്ത പോലെ നടു റോട്ടിലിരുന്നാണ് ഇക്വേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൻ എണീച്ചു വന്ന്, ഡേയ് എന്തിനാണ് എന്നെ തള്ളിയിട്ടേ എന്ന് ചോദിക്കുന്നു. അയ്യോ സോറി സാർ, ഞാൻ അറിയാതെ ചെയ്താണ്. അപ്പോൾ ഷിയാൻ, ഹേയ് ഇവിടെ, അല്ല എന്തിനാ നീ ഇവിടെ മാക്സ് ചെയ്യുന്നത്? അല്ല, അത് ഞാനൊരു പ്രോബ്ലം ആലോചിച്ചാണ് വന്നത്, അതിൻ്റെ സൊല്യൂഷൻ എനിക്ക് ഇപ്പോഴാണ് കിട്ടിയത്, അതാണ് ഞാൻ റോഡ് പോലും നോക്കാതെ സോറി എന്നവൻ പറയുന്നു. ഓക്കെ ഫൈൻ, നിനക്ക് മാത്സ് നന്നായിട്ട് അറിയുമെന്ന് എനിക്കറിയാം, എനിക്കൊരു പ്രോബ്ലം ചെയ്തു തരുമോ എന്നവൾ ചോദിക്കുന്നു. ശരി, ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് അവൻ പറഞ്ഞു കൊടുക്കുന്നു. ഷിയാൻ അവനെ നോക്കി ചിരിച്ചു കൊണ്ടിരിക്കുകയാണ്. വേറൊരു സ്ഥലത്ത് ലൂഷിയും ഷെയ്നും ലഞ്ച് കഴിക്കുകയാണ്. അവർ രണ്ടുപേരും 3 ചോപ്സ്റ്റിക്ക് വെച്ചാണ് കഴിക്കുന്നത്. അപ്പോൾ ഷെയ്ൻ ചിരിച്ചു പറഞ്ഞു, ഈ ലോകത്ത് ഞാൻ മാത്രമുള്ളൂ 3 ചോപ്സ്റ്റിക്ക് വെച്ച് കഴിക്കുന്നത് എന്നാണ് ഞാൻ കരുതിയിരുന്നത് എന്ന് പറയുന്നു. അവളും ചിരിച്ചു. അപ്പോൾ ഷെയ്ൻ പറഞ്ഞു, എനിക്ക് മീറ്റ് തീരെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് അത് പ്ലേറ്റിൽ നിന്ന് മാറ്റി വെക്കുന്നു. അപ്പോൾ ലൂഷി ചിരിച്ചിട്ട്, ഹോ നിനക്കും ഇഷ്ടമല്ലേ? ആക്ച്വലി എനിക്കും ഇഷ്ടമല്ല. ചെറിയ പ്രായത്തിൽ ഞാൻ മെലിഞ്ഞിട്ടായിരുന്നു. അന്ന് എൻ്റെ അമ്മ കഴിക്കുക എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുന്നു. അന്ന് തൊട്ടേ എനിക്ക് തീരെ ഇഷ്ടമല്ല എന്ന് പറയുന്നു. അടടാ, എനിക്ക് ചെറിയ പ്രായത്തിൽ തന്നെ ഇത് ഇഷ്ടമല്ല, അതിനും ഇത് തന്നെയാണ് റീസൺ. നമ്മൾ രണ്ടുപേരും തമ്മിൽ ഒരുപാട് സാമ്യമുണ്ടല്ലേ എന്നവൻ പറയുന്നു. അപ്പോൾ നമ്മുടെ ലൂഷി ഒരു കാര്യം ആലോചിക്കുന്നു. അവന് സ്കൂളിൽ പഠിക്കുമ്പോൾ അവൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഇരുന്ന് ലഞ്ച് കഴിക്കുകയാണ്. അവൻ 3 ചോപ്സ്റ്റിക്ക് ഉപയോഗിച്ചാണ് കഴിക്കുന്നത്. അതുപോലെ അവൻ്റെ ഫ്രണ്ടിനോട് പറയുകയാണ്, നിനക്കറിയോ എനിക്ക് മീറ്റ് തീരെ ഇഷ്ടമില്ല, ചെറുപ്രായത്തിൽ അമ്മ കഴിക്കണം എന്ന് പറഞ്ഞ് ടോർച്ചർ ചെയ്തിരുന്നു, അന്ന് തൊട്ടേ എനിക്കിഷ്ടമില്ല. ഇതെല്ലാം ലൂഷി ഒരു സൈഡിൽ നിന്ന് കേൾക്കുന്നുണ്ട്. അന്ന് തൊട്ടാണ് അവൾ മീറ്റ് ഒഴിവാക്കിയതും 3 ചോപ്സ്റ്റിക്ക് വെച്ച് കഴിക്കാൻ തുടങ്ങിയതും. സോ ഇതെല്ലാം ചാൻസ് കിട്ടിയപ്പോൾ ഇപ്പോൾ ലൂഷി പറയാണ്. അപ്പോൾ ഷെയ്ൻ എന്താ വിചാരിക്കുക, എന്നെ പോലെയുള്ള ഒരു പെണ്ണിനെ എനിക്ക് കിട്ടിയെന്നല്ലേ? എന്നാൽ ഇതെല്ലാം കളവാണല്ലോ. ഷെയ്ൻ പറയുന്നു, നിന്നെ കാണുമ്പോൾ, നിന്നെ ചിരി കാണുമ്പോൾ എനിക്ക് ചെറുപ്രായത്തിലൊരു പെണ്ണിനെ അറിയാം, എനിക്ക് അവളെയാണ് ഓർമ്മ വരുന്നത്. ലൂഷി പറഞ്ഞു, ഹേയ് എന്ത്? അപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. അവർ ഒരു കല്യാണത്തിന് പോയതാണ്. അവിടെ നിന്ന് ഷെയ്നെ എല്ലാവരും കൂടി ചേർന്ന് അടിക്കുന്നു. അപ്പോൾ ഒരു ചെറിയ പെൺകുട്ടി വന്നാണ് അവനെ രക്ഷിച്ചത്. ഇപ്പോൾ ഷെയ്ൻ അത് പറഞ്ഞിട്ട് പറയുന്നു, എനിക്ക് ആ പെണ്ണിനെ ഭയങ്കര ഇഷ്ടമാണ്, എന്നാൽ അത് ചെറുപ്രായത്തിൽ നടന്നതാണ്, എനിക്കത് ഓർമ്മയില്ല, ആ പെണ്ണിൻ്റെ മുഖം പോലും എനിക്ക് ഓർമ്മയില്ല. എന്നാൽ അവളുടെ കൈ പിടിച്ചിട്ട് അവളോട് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അതെന്താണെന്ന് വെച്ചാൽ എന്ന് പറയാൻ തുടങ്ങുമ്പോൾ ലൂഷിക്ക് പ്രഷറും കയറുന്നു. പറ നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് വിചാരിച്ച് പ്രഷർ കയറിയിട്ട് വയ്യ. ഈ സീൻ കണ്ടപ്പോൾ എനിക്കും ടെൻഷനായിട്ടോ. പെട്ടെന്ന് ഷെയ്ൻ പറഞ്ഞു, അറിയില്ല, ഞാൻ മറന്നുപോയി എന്ന് പറയുന്നു. അത് ചെറിയ പ്രായത്തിൽ നടന്നതല്ലേ, ആ പെണ്ണിൻ്റെ ഫേസ് പോലും എനിക്ക് ഓർമ്മയില്ല, എന്താണ് പറഞ്ഞതെന്നും എനിക്ക് ഓർമ്മയില്ല. ലൂഷിക്ക് ഭയങ്കര സങ്കടമായി. ലഞ്ച് കഴിഞ്ഞ് അവർ രണ്ടുപേരും നടന്നു വരികയായിരുന്നു. അപ്പോൾ ഷെയ്ൻ പറഞ്ഞു, എനിക്കെന്തോ നമ്മൾ ഹൈസ്കൂളിൽ വെച്ച് തന്നെ ഫ്രണ്ട്സ് ആവേണ്ടതായിരുന്നു എന്ന് തോന്നുന്നു. എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് എന്ന് ലൂഷിയും പറഞ്ഞു. എന്നാൽ അവളുടെ മനസ്സിൽ, ഇന്ന് നിന്നോട് സംസാരിച്ചാൽ ഇത് മാത്രമാണ് ശരിയായിട്ടുള്ളത്, ബാക്കിയെല്ലാം കളവാണ്, ഇതൊന്നും കോയിൻസിഡൻ്റായി നടന്നതല്ല, എല്ലാം ഞാൻ പ്ലാൻ ചെയ്ത് നടന്നതാണ്. ഇതെല്ലാം അറിയുമ്പോൾ അവൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. മറ്റൊരു സ്ഥലത്ത് ഗബിയെ കാണിക്കുന്നു. അവൻ ഷൺമുഖനോട് മെസ്സേജ് അയക്കാണ്, കോളേജിലൊരു മീറ്റിംഗ് നടക്കുന്നുണ്ട്, അതിന് നീ എന്തായാലും വരണം, പ്ലീസ്. എന്തിനാ ഞാൻ വരുന്നേ? നീയും ബാഹിരിയും ലവേഴ്സ് അല്ലേ? ഇല്ല, ഞാൻ അവൾ സത്യമായിട്ടും ബ്രേക്കപ്പ് ആയി, ഞാൻ നിന്നെ മാത്രമാണ് ലവ് ചെയ്യുന്നത്, പ്ലീസ് എനിക്കൊരു ചാൻസും കൂടി, പ്ലീസ് എന്ന് പറയുന്നു. ഇതെല്ലാം അവൻ്റെ പിന്നിൽ നിന്ന് പാവം ബാഹിലി കേട്ടുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവൾ പോയി, നിനക്ക് ഞാൻ കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നാണ് എന്ന് പറഞ്ഞ് ബോക്സ് അവിടെ വെച്ചിട്ട് ഓടുന്നു. അവളുടെ കൂടെ അവനും ഓടിപ്പോയി. എടി നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? നമ്മൾ തമ്മിൽ ഇനി ഒന്നുമില്ല, ഇതെടുത്തിട്ട് പോ എന്ന് പറയുന്നു. അതെല്ലാം വാങ്ങി അവൾ വലിച്ചെറിഞ്ഞിട്ട് പറയുന്നു, എടാ എനിക്ക് ഭ്രാന്താണ്, നിനക്ക് വേണ്ടി എല്ലാം ചെയ്ത ഞാൻ ഭ്രാന്തിയാണ്, നീ എന്തൊരു സെൽഫിഷാണ്, ഞാനാണ് നിന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നത്, നീ താഴെ വീണപ്പോൾ ഞാനാണ് നിന്നെ എടുത്ത് കൊണ്ടുപോയത്, നിനക്ക് അസൈൻമെൻ്റ് ഒക്കെ ഞാനാണ് എഴുതി തന്നത്, എപ്പോഴും ഞാനാണ് നിന്റെ കൂടെ ഉണ്ടാവാറ്, നിനക്ക് ലവ് മാത്രം അവളോട്, എന്നോട് ഇല്ല. അതെ, എനിക്ക് നിന്നെ ഇഷ്ടമല്ല, എനിക്ക് അവളെയാണ് ഇഷ്ടം, എല്ലാം എൻ്റെ തെറ്റാണ്, അവളെ ലവ് ചെയ്യാൻ വേണ്ടി നിന്നെ ഞാൻ ലവ് ചെയ്യുന്ന മാതിരി അഭിനയിച്ചു, എൻ്റെ തെറ്റാണ്, ഇവിടെ നിന്ന് പോ എന്നവൻ പറയുന്നു. രാത്രിയായി. അപ്പോൾ നമ്മുടെ ലൂഷി, എന്താ ഇപ്പോൾ അവളെ കാണാത്തതേ? അവൾ എന്താ വരാത്തതേ? അവൾ എവിടെ പോയതാ?
ഞാനൊന്ന് പോയി നോക്കട്ടെ, 12 മണിയായല്ലോ എന്ന് പറഞ്ഞ് അവൾ തിരക്കി പോവാൻ നേരം അവൾ അതാ കയറി വരുന്നു. എന്നിട്ട് അവിടെ പോയി കിടക്കുന്നു. അപ്പോൾ ലൂഷി ചോദിച്ചു, എന്താടി നിനക്ക്? ഹേയ്, ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ? പറയടി, എനിക്ക് എന്നെ നല്ല രീതിയിൽ സ്നേഹിക്കുന്ന ഒരു ബെറ്റർ പേഴ്സണെ കിട്ടുമോ എന്നവൾ ചോദിക്കുന്നു. എനിക്കറിയില്ല എന്ന് ലൂഷി പറയുന്നു. അപ്പോൾ അവൾ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ദെൻ നെക്സ്റ്റ് ഡേ ആയി. മൻഹൂരിയില്ലേ, അവനൊരു വലിയ ഗ്രൗണ്ടിൽ നിന്ന് മാജിക് പെർഫോമൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ആരെ കാണിക്കാനെന്നറിയോ? വൺ സൈഡായി ലവ് ചെയ്യുന്നില്ല അവൻ, അവളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു റോസാപ്പൂ എടുത്ത് അവളെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. അവൾ കാണാത്ത പോലെ ഇരിക്കാണ്. ഡേയ്, നീ എന്താണ് ഇതൊക്കെ ചെയ്യുന്നത്? നീ എന്തിനാ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്? ഷെയ്ൻ എവിടെ ഉണ്ടെന്ന് പറയാം എന്ന് പറഞ്ഞിട്ടല്ലേ, എന്നിട്ട് നീ എന്താ ചെയ്യുന്നേ? നിനക്കെന്താ ഭ്രാന്താണോ എന്നവൾ ചോദിക്കുന്നു. അപ്പോൾ അവിടെയുള്ള ചെക്കന്മാരൊക്കെ അവൻക്ക് സപ്പോർട്ടായി പറയുന്നു, ഹേ, ഇവൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, അത് നീ കാണുന്നില്ലേ? ബട്ട് അവൾ അതൊന്നും മെയിൻ്റെ ആക്കിയില്ല. അവൻ അവിടെ നിന്നും പോകുന്നു. മൻഹൂരിയെ കൂടെ ചെന്നിട്ട്, ഞാൻ നിനക്ക് വേണ്ടിയിട്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നേ എന്ന് പറഞ്ഞു. ഞാൻ നിന്നോട് പറഞ്ഞോ ഇതൊക്കെ ചെയ്യാൻ? ഞാൻ എന്താ നിന്നോട് പറഞ്ഞത്? ഷെയ്ൻ, അവന് നീ എന്താ കാണിച്ചു തരാത്ത എനിക്ക്? ഉടനെ അവൻ പറയുന്നു, ഇല്ലടി, എനിക്കറിയില്ല, അവൻ എവിടെയാണെന്ന് എനിക്കറിയില്ല. നിനക്കറിയും, നീ അവനെ എന്നിൽ നിന്ന് മറച്ചു വെക്കണം. പ്ലീസ്, അവൻ എവിടെയുണ്ടെന്ന് ഒന്നും പറ. അപ്പോൾ ഇവൻ പറയും, അവൻ ലൈബ്രറിയിലുണ്ട്, പക്ഷെ അവൻക്ക് വേറെ പെണ്ണിനോടാണ് ഇഷ്ടം. അത് കേൾക്കാതെ അവൾ വേഗം ലൈബ്രറിയിലേക്ക് പോയി. അപ്പോൾ ലൂഷിയും ഷെയ്നും ഒരുമിച്ചിരിക്കുകയാണ്. നീ എന്തിനാ ഇവളുടെ കൂടെ നടക്കുന്നേ? ഹേയ്, നീ എന്താണ് പറയുന്നേ എന്ന് ഷെയ്ൻ ചോദിക്കുന്നു. നീ എന്താ പറയുന്നേ? നീ എന്നെ അല്ലേ സ്നേഹിക്കുന്നതേ, പിന്നെ എന്തിനാ ഇവളോട് സംസാരിക്കുന്നേ എന്ന് പറഞ്ഞു. ഞാൻ എപ്പോഴാണ് നിന്നെ ലവ് ചെയ്യുന്നു എന്ന് പറഞ്ഞത്? ഓ, അങ്ങനെയാണോ? എൻ്റെ കയ്യിൽ തെളിവുണ്ട്. എൻ്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് എല്ലാം നീ ലൈക്ക് ചെയ്തിട്ടുണ്ട്. എന്തിനാ ലൈക്ക് ചെയ്തേ പറ എന്നവൾ പറയുന്നു. പിന്നിൽ നിന്ന് മൻഹൂരി, പറയരുത് എന്ന് കൈക്കൊണ്ട് ആക്ഷൻ കാണിക്കുന്നു. അപ്പോൾ ഷെയ്ൻ പറഞ്ഞു, ഇങ്ങോട്ട് നോക്ക്, ഞാനല്ല നിന്റെ പോസ്റ്റിനൊന്നും ലൈക്ക് ചെയ്തത്. എൻ്റെ അക്കൗണ്ട് ലോഗിൻ ചെയ്ത് ദോ ഇവനാണ് എല്ലാം ലൈക്ക് ചെയ്തത്. അപ്പോൾ അവൾ മൻഹൂരിയെ ദേഷ്യത്തോടെ നോക്കിയിട്ട് അവിടെ നിന്നും പോയി. അപ്പോൾ മൻഹൂരി ഷെയ്നോട് പറഞ്ഞു, ഡേ, ഞാൻ പറഞ്ഞതല്ലേ, നിന്നോട് പറയരുതെന്ന് സിഗ്നൽ കാണിച്ചതല്ലേ, നീ എന്തിനാ പിന്നെ പറഞ്ഞേ? അവൾക്ക് സങ്കടമായില്ലേ? നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞേ എന്ന് പറഞ്ഞ് അടിക്കുന്നു. അപ്പോൾ ലൂഷി നടുവിൽ നിന്നിട്ട്, മൻഹൂരി, നീ എന്താണ് ചെയ്തത്? ആരോടോ ഉള്ള ദേഷ്യം നീ എന്തിനാ ഇവനോട് കാണിക്കുന്നേ? പോയി അവളോട് സംസാരിക്കേ. നീ അവൾക്ക് വേണ്ടിയല്ല ഇതെല്ലാം ചെയ്തത്, സത്യം അവളോട് പോയി പറ എന്ന് പറയുന്നു. അപ്പോൾ അവൻ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. എന്നിട്ട് അവളോട് പോയി പറയുന്നു, ഞാനിതെല്ലാം നീ സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് എന്ന് പറയുന്നു. ഇല്ല, നീ ഇതെല്ലാം ചെയ്തത് എന്നെ ജോക്കറാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല, നീ സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവൻ്റെ അക്കൗണ്ടിൽ പോയി നിനക്ക് ലൈക്ക് ചെയ്തത്. എന്താ മനസ്സിലാക്കാത്തേ എന്ന് പറയുന്നു. എന്നെ കൊണ്ട് ഇത് വിശ്വസിക്കാൻ കഴിയില്ല, ഞാൻ അവനെ വിട്ടു പോവില്ല. എന്ത് വിശ്വസിക്കില്ലാന്ന്? ഷെയ്ൻ നിന്നെ ലവ് ചെയ്യുന്നില്ല, അതാണോ നീ വിശ്വസിക്കാത്തേ എന്നവൻ പറയുന്നു. അവളൊന്നും മിണ്ടാതെ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ഇവിടെ ലൂഷി ഷെയ്നോട് പറയുന്നു, നീ പറഞ്ഞേ തെറ്റില്ല, മൻഹൂരി അവളോട് പറയാൻ വേണ്ടിയിട്ടല്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞു. അപ്പോൾ ഷെയ്ൻ അവളെ നോക്കിയിട്ട് ചിരിച്ചിട്ട്, ഞാൻ നിന്നെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് പാർക്കിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ പോയി, ഇങ്ങോട്ട് നോക്ക്, ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിരുന്നു, അതിൻ്റെ ആൻസർ ആരോ എഴുതിയിട്ടുണ്ട്, അത് ആരാണെന്ന് നിനക്കറിയുമോ എന്ന് പറഞ്ഞു. എന്നിട്ട് ലൂഷിയെ നോക്കുന്നു. അവളാണ് അത് എഴുതിയത്. പക്ഷെ അവൾ പറയുന്നു, ഇല്ലല്ലോ, എനിക്കറിയില്ല എന്ന് പറയുന്നു. അങ്ങനെയാണോ? എന്നാൽ ഒരു ദിവസം ഞാൻ ഇരിക്കുമ്പോൾ ദേ ആ ബെഞ്ചിൽ നിന്നൊരു പെണ്ണ് പാട്ട് പാടുന്നു, ഈ പാട്ടാണത് എന്ന് പറഞ്ഞ് ഷെയ്ൻ അത് പാടുന്നു. അത് കേട്ടപ്പോൾ ഭയങ്കര കോമഡി ആയിട്ട് തോന്നി. അത് കേട്ട് ലൂഷി ചിരിച്ചു. വല്ലാണ്ട് ചിരിക്കണ്ട, ആ പെണ്ണ് ഇതിനേക്കാൾ സൂപ്പറായിട്ടാണ് പാടുന്നത്, അവളെ എനിക്ക് ഒരുപാട് നാളായിട്ട് അറിയുന്ന പോലെ ഒരു ഫീലിംഗ്. ലൂഷി ചിരിച്ചിട്ട് പറഞ്ഞു, ഏയ് അതൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. ബട്ട് ലൂഷി വീട്ടിലെത്തിയ ഉടനെ ഷെയ്ൻ ഒരു മെസ്സേജ് അയച്ചു, എൻ്റെ പാട്ട് കേട്ട് നീ കളിയാക്കിയില്ലേ, ഇപ്പം ഞാനൊരു ആപ്പ് കേട്ടിട്ടുണ്ട്, അതിൽ പാട്ട് പഠിക്കാൻ വിട്ടുതരാം എന്ന് പറയുന്നു. ശരി എന്ന് ലൂഷി പറയുന്നു. അതിന് പകരം എനിക്ക് നിന്റെ ബയോളജിൻ്റെ നോട്ട്സ് തരണം എന്ന് ഷെയ്ൻ പറയുന്നു. ഓക്കെ എന്ന് ലൂഷി പറയുന്നു. അപ്പോൾ ഷെയ്ൻ പറയും, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ലവ് എന്നാൽ എന്താണ്, എന്തിന് ആൻസർ പറ എന്ന് പറയുന്നു. അപ്പോൾ ലൂഷി, അയ്യോ ഇതിന് ഞാൻ എന്ത് ആൻസർ കൊടുക്കും എന്ന് ആലോചിച്ചിരിക്കുകയാണ്. ബാക്കി അടുത്ത എപ്പിസോഡിലാണ് കേട്ടോ. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ബൈ.